ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷൻ്റെ പുതിയൊരു ഡെയിലി ടെക്നിക്കൽ ടോക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. നിഫ്റ്റിയിൽ നിന്ന് അനാലിസിസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് മെല്ലെ ചെന്നിട്ട് നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഡെഫിനറ്റ്ലി ബ്രെഡ്ത്ത് അനാലിസിസും കൂടെ ചെയ്യാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം വി ക്യാൻ ജസ്റ്റ് ഡൈവ് ഇൻ. സോ നിഫ്റ്റി പല വീഡിയോകളിൽ ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അവേർലി ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. ആ അവേർലി ടൈം ഫ്രെയിമിൻ്റെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഏകദേശം ഇവിടെ ബ്രേക്ക് ആയിരുന്നു. ഏകദേശം ഇവിടെയായിരുന്നു അതിൻ്റെ നെക്ക് ലൈൻ വന്നിരുന്നത്. അത് ബ്രേക്കായി തിരിച്ച് താഴത്തേക്ക് വന്നു. വീണ്ടും ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ തിരിച്ച് മുകളിലേക്ക് പോയി. അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ബ്രേക്ക് വന്നിരുന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് തന്നിരുന്ന ആ ട്രെൻഡ് ലൈനിനെ നേരെ ചെന്ന് അതൊന്ന് റീടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ചെറിയ ട്രെൻഡ് ലൈൻ വരുന്നത്, ആ ട്രെൻഡ് ലൈൻ അടുത്ത് നിന്ന് വീണ്ടും പ്രൊജക്ഷൻ കിട്ടി താഴത്തേക്ക് വരികയാണ് ചെയ്തത്. സോ നമ്മൾ അവർലി ടൈം ഫ്രെയിമിൽ ചെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർലി ടൈം ഫ്രെയിമിൽ വന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം സിനാരിയോ ആണ്. ഈ ഒരു അസെൻഡിങ് ട്രെൻഡ് ലൈൻ ഉണ്ട്, ആ ട്രെൻഡ് ലൈന് ഡിസെൻഡിങ് ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈനിന് അടുത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ചെറിയൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ പോലെ വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിഫ്റ്റി ഈ ഒരു ലെവലിൽ സ്റ്റോൾ ചെയ്യുന്ന പോലെ നമുക്ക് കാണുന്നുണ്ട്. സോ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് തിരിച്ചു വരികയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ വീണ്ടും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇതൊരു ഷോൾഡർ, അതിനുശേഷം വലിയൊരു ഹെഡ്, പിന്നെ അനദർ ഷോൾഡർ. ഈ ഷോൾഡർ വീണ്ടും ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കി കാണാം. സോ ഡെഫിനറ്റ്ലി അവർലി ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ചെയ്ത ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇപ്പോഴും നെഗേറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹൈക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പാറ്റേൺ നെഗേറ്റ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ഹൈ ഇപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ വീണ്ടും ഡെയിലി ടൈം ഫ്രെയിമിൽ വീണ്ടും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കൈൻഡ് ഓഫ് എ പാറ്റേൺ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമോ നിഫ്റ്റി, അതോ വീണ്ടും നിഫ്റ്റി മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി കാണാം. ഡെഫിനറ്റ്ലി മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ബെയറിഷ് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ എത്രയോ 12 ദിവസത്തെ എങ്ങാണ്ട് ഒരുമിച്ച് സ്ട്രെയിറ്റ് ഫാൾ ഉണ്ടായിരുന്നു. നമ്മൾ പല വീഡിയോകളും ഈ ഒരു ഫോൾ നമ്മൾ പരാമർശിച്ചിരുന്നു. ഈ ഒരു ഫോളിന് ശേഷം വീണ്ടും ഒരു പുൾ ബാക്കിന് ശേഷം വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന പല വീഡിയോസിലുമായിട്ട്. അപ്പോൾ ആ ഡൗൺ സൈഡ് മൂവിൻ്റെ തുടക്കമാണോ ഇത് എന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. പക്ഷേ ബ്രെഡ്ത്ത് അനാലിസിസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഒരു എക്സ്ട്രീം ഒരു സെല്ലിംഗ് സിനാരിയോ തന്നെയാണ് മാർക്കറ്റിൽ അവശേഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവർലി ടൈം ഫ്രെയിമിൽ പോയി ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വരുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോഴും എനിക്ക് കൺവിൻസിങ് ആയി തോന്നുന്നത് ഇപ്പോൾ ഒരു ത്രീ ടച്ച് ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 3 ടച്ച് ട്രെൻഡ് ലൈൻ ഒന്നും അല്ല കിട്ടിയത്, 2 ടച്ച് ട്രെൻഡ് ലൈനാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം വാലിഡ് ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ഒരു 2 ടച്ച് ട്രെൻഡ് ലൈൻ ഉണ്ട്, അതിന് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. ഈ ഒരു ഇനിയിപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയാസ് ഉണ്ടോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ഈ ഒരു ഏരിയാസിൽ ഒരു എക്സ്ട്രീം റിജക്ഷൻ തന്നിട്ട് മുകളിലേക്ക് ഫാസ്റ്റായിട്ട് പോയിരിക്കുന്ന ഏരിയസാണ് ഇതൊക്കെ. ഈ ഒരു ഏരിയസിൽ നിന്നാണ് നമുക്കൊരു സപ്പോർട്ട് കിട്ടുമെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അഥവാ ഈ ലെവലിലും കൂടെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് ടു ദ ഡൗൺ സൈഡ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. പിന്നെ പല വീഡിയോസിലും പറഞ്ഞുള്ള പോലെ തന്നെ ഈ ഒരു ഏരിയയ്ക്ക് ആയിരിക്കും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു ലോസിലേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരുന്നത് നമുക്ക് കാണേണ്ടി വരും. പക്ഷേ ലോങ് ടേം മാർക്കറ്റ് സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വീണ്ടും ഒരു നല്ലൊരു ബെയറിഷ്നെസ് മാർക്കറ്റിൽ വീണ്ടും ബാക്കിയുണ്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ റൈറ്റ് നൗ ഞാൻ അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അറ്റ് മൈ എൻഡ് എൻ്റെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 2026 സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഫുള്ളെങ്കിലും നമ്മുടെ മാർക്കറ്റ് ഒരു ബെയറിഷ് സിനാരിയോ അല്ലെങ്കിൽ ബെയറിഷ് സോണിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. സോ ലോങ് ടേം ഇൻവെസ്റ്റർ ആയാലും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ആയാലും ബി കെയർഫുൾ. കാരണം മാർക്കറ്റ് അത്ര നല്ലൊരു സിറ്റുവേഷൻ കൂടെയല്ല ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എപ്പോൾ ഈ മാർക്കറ്റ് സിനാരിയോ മാറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റയടിക്ക് നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റില്ല, റൈറ്റ്? സോ ഷോർട്ട് ടേമിലേക്ക് ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഈസ് ബെയറിഷ്. ഓൾറെഡി ലോങ് ടേമിലേക്ക് ചെറിയൊരു ബെയറിഷ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വ്യൂ. ആ വ്യൂ എപ്പോൾ വേണമെങ്കിൽ തെറ്റാൻ, കാരണം നോബഡി ഈസ് പെർഫെക്റ്റ്. സോ ആ വ്യൂ എന്ന് തെറ്റുന്നു, എന്ന് നല്ലൊരു പെർഫെക്റ്റ് സ്ട്രെങ്ത് മാർക്കറ്റിൽ വരുന്നു, അന്ന് ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ സ്റ്റാൻഡ് ചെയ്യാൻ മാറ്റും. പക്ഷേ റൈറ്റ് നൗ ഇറ്റ് ഈസ് ബെയറിഷ്. ഇത് നമ്മൾ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവാം. സോ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട
ഒരു ബ്രെഡ് മെട്രിക്സ് അറ്റ്ലീസ്റ്റ് ഇൻ ബെയർ മാർക്കറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോക്സ് അബവ് 200 EMA അല്ലെങ്കിൽ സ്റ്റോക്സ് അബവ് 50 EMA ആണ്. ഇപ്പോൾ സ്റ്റോക്സ് അബവ് 50 EMA നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഹൈയിൽ നിന്ന് ഈ ലോയിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന അന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ഡൗൺ ട്രെൻഡ് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നമുക്ക് വന്നിട്ടുണ്ടെന്ന്. അല്ലാത്തടത്തോളം കാലം ഡെഫിനറ്റ്ലി ടോക്സ് അബൌട്ട് 50 EMA ഈ പ്രത്യേകിച്ച് ഈ 30ക്കും 20ക്കും ഒക്കെ ഇടയിലൊക്കെ ഇങ്ങനെ കിടന്ന് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഈ മാർക്കറ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് സ്വിംഗ് ട്രേഡേഴ്സിന് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡേഴ്സിന് ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റ് അല്ല. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്സ് ആർ ബിലോ ദെയർ 50 പീരിയഡ് മൂവിങ് ആവറേജ്. അറ്റ്ലീസ്റ്റ് ഈ 50 ലെവലെങ്കിലും ബ്രേക്ക് ചെയ്ത് 2-3 ദിവസമെങ്കിലും സസ്റ്റെയിൻ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് പറയാം ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയൊരു മാർക്കറ്റ് അല്ല എന്ന്. റൈറ്റ്. സോ അതാണ് സ്റ്റോക്സ് അബവ് 50 EMA. നമുക്ക് വീണ്ടും 2-3 മെട്രിക്സ് ഒക്കെ വേണമെങ്കിൽ നോക്കാം. സ്റ്റോക്സ് അബവ് 200 EMA ബെയറിഷ്, നിഫ്റ്റി ബുള്ളിഷ്. അപ്പോൾ ഈ ഒരു ബെയറിഷ്നെസ് നിഫ്റ്റിയിൽ കാണുന്നത് വരെ നിഫ്റ്റിയും ഈ ഒരു ബെയറിഷ്നെസ് ബേസിക്കലി സ്റ്റോക്സ് അബവ് 200 EMAയിൽ കാണുന്ന ഒരു ബെയറിഷ്നെസ് നിഫ്റ്റിയിലും കൂടെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും വലിയ ഡൈവേർജൻസിന് ശേഷം നിഫ്റ്റി ഒരിക്കലും മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. കാരണം നിങ്ങൾ ഒന്നും കൂടെ പ്രീവിയസ് മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡൈവേർജൻസ് ഡെഫിനറ്റ്ലി എപ്പോഴും ഈ ബ്രെഡ്ത്തും നിഫ്റ്റി തമ്മിലുള്ള ഡൈവേർജൻസ് എപ്പോഴും ഒരു മോശമായ രീതിയിൽ തന്നെ നിഫ്റ്റിക്ക് അവസാനിച്ചിട്ടുള്ളൂ. ഈവൻ ദോ നിഫ്റ്റി ഈസ് ഷോയിങ് സ്ട്രെങ്ത് നൗ, വെൻ ദ ഫോൾ കംസ് it will be a very big fall. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രമിച്ച് നോക്കിയേ, നമ്മളെ സെപ്റ്റംബർ ടോപ്പിൻ്റെ സമയത്തും സെയിം സിനാരി ആയിരുന്നു. നിഫ്റ്റി ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഓൾറെഡി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്സ് അബൌട്ട് 200 EMA ഹയർ ലോസ് ക്രിയേറ്റ് അല്ലെങ്കിൽ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. റൈറ്റ്. അവിടുന്ന് നല്ലൊരു ബ്രേക്ക് വന്നതിന് ശേഷം നിഫ്റ്റി വെറുതെ നമ്മുടെ പച്ചവെള്ളം പോകുന്ന പോലെ ഒരു ടാപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെള്ളം പോകുന്ന പോലെയാണ് നിഫ്റ്റി താഴത്തേക്ക് വേണം. അതേ ഒരു സിനാരിയോ ആണ് ഞാൻ ഇവിടെയും പ്രതീക്ഷിക്കുന്നത്. ഓബ്വിയസ്ലി നമ്മളെ പ്രതീക്ഷിക്കുന്ന എല്ലാ സിനാരിയോസും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ നമ്മളെ സഹായിക്കും. സോ ലെറ്റ്സ് ബി കോൺഷ്യസ്. റൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്സ് ഒരു 52 വീക്ക് ഹൈ ഇതിനടുത്തുള്ള സ്റ്റോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. റൈറ്റ്. അതായത് 52 വീക്ക് ലോൻ്റെ അടുത്തുള്ള സ്റ്റോക്സാണ് കൂടുതൽ. 52 വീക്ക് ഹൈൻ്റെ അടുത്തുള്ള സ്റ്റോക്സ് എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഒന്നുമില്ല എന്ന് തന്നെ പറയാം ആസ് കമ്പയർഡ് ടു 52 വീക്ക് ലോ. അതായത് ടോട്ടൽ സ്റ്റോക്സിൽ 12% 52 വീക്ക് ലോൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതായത് ഈ അറ്റ്ലീസ്റ്റ് ഈ 52 വീക്ക് അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സ്റ്റോക്സിൻ്റെ എണ്ണം കൂടുതൽ ആയിട്ട് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ബുൾ മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇതിൻ്റെ ഒരു ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയങ്ങളിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 37%, 40%, 44%, എബൌട്ട് 0 അറ്റ്ലീസ്റ്റ് നമ്മൾ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബിലോ സീറോയിലേക്ക് പോയപ്പോൾ ജാനുവരി മുതൽ ബിലോ സീറോയിൽ പോയതിന് ശേഷം നമ്മൾ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റിയത് എപ്പോഴായിരുന്നു? മെയ്യിലാണ്. അപ്പോൾ മെയ് ജൂണിൽ ചെറിയൊരു റാലിയും സ്റ്റോക്സിലൊക്കെ വന്നിരുന്നു. അതിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം എക്സ്ട്രീംലി ചോപ്പി ആയിരുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ പിന്നെ വീണ്ടും ഒരു നെഗറ്റീവ് സിനാരിയോയിലാണ് സ്റ്റോക്സ് നിയർ 52 വീക്ക് ഹൈ ഓർ ലോ എന്ന ഈ വാല്യൂ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? മാർക്കറ്റ് ഒരു ബെയറിഷ് സിനാരിയോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കണ്ടീഷൻ ഒന്നും മാർക്കറ്റിൽ ഇപ്പോൾ തൽക്കാലത്ത് കാണുന്നില്ല. സോ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി, എന്തെങ്കിലും പഠിക്കാനായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന ബ്രെഡ് മെട്രിക്സിനെ കുറിച്ചൊക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് ഞാൻ പരാമർശിച്ചിട്ടെന്ന് തോന്നുന്നു. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ് ബോക്സ്. സോ ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.